ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീമാരെ സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ തെരുവിൽ ആക്രമിച്ചത് കാണുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സിൽ തെളിയുന്ന ഒരു ദൃശ്യമുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കും ആശംസാ കാർഡുകളുമായി ക്രൈസ്തവ വീടുകൾ കയറി ഇറങ്ങി ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിച്ച BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുഖം ആരും മറക്കില്ല. ഈ അവസരത്തിൽ ക്രൈസ്തവർ പ്രത്യേകിച്ചും. ആ ക്രൈസ്തവ സ്നേഹത്തിനുള്ള പ്രതിഫലമായിരുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. എന്നിട്ടും വഖഫ് നിയമത്തിലൂടെ മുനമ്പം പ്രശ്നം തീരുമെന്ന് ക്രൈസ്തവർക്ക് ഉറപ്പ് നൽകിയ ശേഷം BJPക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇപ്പോഴിതാ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് സംഘപരിവാർ പ്രവർത്തകർ തെരുവിൽ കൈകാര്യം ചെയ്തു. BJP സർക്കാർ കന്യാസ്ത്രീമാരെ കേസെടുത്ത് ജയിലിലടച്ചു. ഇതിന്റെ പ്രത്യാഘാതം മുഴുവൻ ഇവിടെ കേരളത്തിലെ BJPക്കാണ്. ക്രൈസ്തവ വോട്ട് കിട്ടാതെ കേരളത്തിൽ BJPക്ക് ഭരണം സ്വപ്നം കാണാനാകില്ല. അതിനാൽ അറസ്റ്റ് അറിഞ്ഞുടൻ അടിയന്തര ഇടപെടൽ നടത്തിയെന്ന് ഫേസ്ബുക്കിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം. പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നാളെ ഛത്തീസ്ഗഡിലേക്ക് അയക്കാനും തീരുമാനം. അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സർക്കാരുമായും സഭാ നേതൃത്വവുമായും ആശയവിനിമയം നടത്താനാണ് BJP സംഘത്തെ അയക്കുന്നത്. BJP ക്രൈസ്തവർക്കൊപ്പമുണ്ടെന്ന സന്ദേശം നൽകി ക്ഷീണം മറികടക്കാനുള്ള ആദ്യ ശ്രമമാണ്. പക്ഷേ BJPക്കുള്ളിലെ ക്രൈസ്തവരോടും പാർട്ടി ഒപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ക്രൈസ്തവരോടും മറുപടി പറയാൻ BJP നേതൃത്വം പാടുപെടുകയാണ്. കാരണം പല സഭാ നേതൃത്വങ്ങളും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യക്കടത്തം എന്നൊക്കെ ആരോപിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ് എന്ന് ഓർക്കണം. സന്യാസികളെ മാനിക്കുന്ന ഭാരത സംസ്കാരത്തിൽ 2 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ കാണപ്പെട്ടതിനെ ഇത്രയും അപമാനിക്കേണ്ട കാര്യം എന്താണ്? അവരെന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? BJPയുടെ ക്രൈസ്തവ സ്നേഹം പൊള്ളയാണെന്ന് തുറന്നു കാട്ടാനുള്ള അവസരമാണ് CPMനും കോൺഗ്രസിനും കൈവന്നിരിക്കുന്നത്. രാജ്യത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴും സഭാ നേതൃത്വം മൗനത്തിലാണെന്ന് വിശ്വാസികളോട് പറയുകയാണ് CPM. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിശക്തിയായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. BJPയുടെ ക്രൈസ്തവ സ്നേഹം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന പ്രചാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുകയാണ്. ഛത്തീസ്ഗഡ് സംഭവം BJPയിലേക്ക് ക്രൈസ്തവരെ എത്തിക്കാനുള്ള ക്രിസംഗി പ്ലാനിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.